പുള്ളിയുടെ ഒരു കമ്പാക്ക് അടിക്കുന്നുണ്ട്, നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. ആ സാധനം അതിന്റെ പടത്തിലുണ്ട്. അനിരുദ്ധിന്റെ മ്യൂസിക് നന്നായിട്ട് എലവേറ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പടമാണ്. പുള്ളിയുടെ പടമാണ് ജേഴ്സി. നമുക്കറിയാം, ആ ഒരു ഫീല് കിട്ടി. നല്ല പടം. വെങ്കടേഷ് എങ്ങനെയുണ്ട്? മലയാളി തകർത്തിട്ടുണ്ട് പുള്ളി. പിന്നെ സൂപ്പറായിട്ട് കുഴപ്പമില്ല. ബോറേജ് പടം എന്ന് പറയാം, വേറെ ഒന്നുമില്ല. ഈ ഡയറക്ടറിന്റെ പ്രതീക്ഷയിലാണ് പുള്ളിക്കാരന്റെ ജേഴ്സി പടത്തിന് ശേഷം എടുക്കുന്ന ഒരു പടം എന്ന് പറഞ്ഞോളൂ. ആ ഒരു പ്രതീക്ഷ തന്നെ. പക്ഷെ ആ ഒരു പടത്തിന്റെ അത്ര വരില്ല. ഫസ്റ്റ് ഹാഫ് മാത്രം ഉള്ളു. സെക്കൻഡ് ഹാഫ് ഫുള്ളൊരുമാതിരി ഇമോഷണൽ ആക്കാൻ വേണ്ടി നോക്കി. പക്ഷെ ഒന്നും ആയില്ല. അങ്ങനെ പോയൊരു പടം. വെങ്കടേഷിന്റെ ബ്രേക്ക് ത്രൂ വില്ലൻ നായകന് മോളിൽ നിൽക്കുമല്ലേ? നായകന് മോളിലുണ്ടായിരുന്നു. കുറെ സീനൊക്കെ നമ്മള് ഹൈയടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. BGM ഒക്കെ ഉള്ളായിരുന്നു. ഫസ്റ്റിൽ അവിടെ ഇവിടെയൊക്കെ കുറെ സിനിമ KGF, പുഷ്പ, RR അവിടെയൊക്കെ ചെറുട്ടി വെച്ചിട്ടുണ്ട്. തമിഴ് സിനിമയിലെ സൂര്യൻ റെട്രോ പോലെയാണ് ഇതിന്റെ കഥ പറയുന്നത്. ഒരു ഭാഗം പറയുമ്പോ ലാസ്റ്റ് വരുമ്പോ രാജാഭാഗം കൂടെ റെട്രോയില് സൂര്യ പ്രദേശത്തെ രാജാവ് പോലെ വിജയ് കവറുണ്ട് രാജാഭാഗം പോലെ. ഇതൊക്കെ കാര്യം കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ്, BGM ഒക്കെ അഞ്ചത്തിന്റെ തിയേറ്റർ ആക്ഷനും എങ്ങനെയുണ്ട്? എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ്? ദേവരക്കൊണ്ടൊക്കെ എങ്ങനെയുണ്ട്? ദേവരക്കൊണ്ട സൂപ്പറായിട്ടു. സാധാരണ റൊമാൻറ്റിക് പോലെയൊന്നുമല്ല, നല്ല ആക്ഷൻ പടമാണ്. നല്ല മേക്കിംഗ്, എഡിറ്റിംഗ് എല്ലാം നല്ല മ്യൂസിക്, നല്ല ക്യാമറ, ആക്ഷനൊക്കെ നല്ല ആക്ഷൻ. ആക്ഷൻ സീൻസ് ഒക്കെ അതൊക്കെ നല്ല. നമ്മള് സൂര്യയുടെ റെട്രോ പോലെയാണ് പടം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റോറി ലൈൻ ഫുള്ളറാണ്. ആക്ഷൻസ് ആണ് പടം. കുഴപ്പമില്ലാത്ത നല്ലൊരു സിനിമ. വിജയുടെ പെർഫോമൻസ് ഉണ്ട്, പിന്നെ നമ്മുടെ മലയാളികളുടെ വെങ്കിയുടെ പെർഫോമൻസ് ഉണ്ട്. വെങ്കി നന്നായിട്ട് ആ വില്ലൻ വേഷത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അനിരുദ്ധ് മ്യൂസിക്കൽ എന്ന് പറയുന്നതെങ്കിലും പാട്ടിൽ യാതൊരു പ്രാധാന്യമില്ല. പിന്നെ സിനിമാറ്റോഗ്രഫി, നമ്മുടെ 2 മലയാളികളാണ് സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്നത്. നമ്മുടെ ഗിരീഷും ജോമോനും ഒരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി അതിന്റെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് ഇതിന്റെ ഛായാഗ്രഹണം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയ് ആസ് യൂഷ്വൽ പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ട് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഭയങ്കര ബ്രഹ്മാണ്ഡ സിനിമയൊന്നും അല്ല. സാധാരണ ഈ നമ്മുടെ തെലുങ്ക് സിനിമയിൽ കാണിക്കുന്ന ആവശ്യമില്ലാത്ത ഹൈപ്പൊന്നുമില്ല. കുറച്ച് റിയാലിറ്റിയോടൊക്കെ അടുത്ത് നിൽക്കുന്ന സിനിമയാണ്. സാധാരണ ഈ നായകനൊക്കെ എത്ര 100 വെടികൊണ്ടുണ്ടായാലും ചാവാത്ത നായകന്, അതിനെ കൈകൊണ്ട് എടുത്ത് കളയുന്ന നായകന്, അങ്ങനത്തെ തെലുങ്ക് സിനിമയിലെ എലമെന്റ്സ് ഒന്നും ഇതിൽ മിക്സ് ചെയ്തിട്ടില്ല. ഒരു കുറച്ച് നമ്മുടെ യാഥാർത്ഥ്യത്തോട് അടുപ്പിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഒരു മെലോ ഡ്രാമയാണ്. നമുക്ക് ഇടയ്ക്ക് കുറച്ച് സിനിമ നടുക്ക് സമയത്ത് കുറച്ച് വലിയതായിട്ട് തോന്നും. പിന്നെ ഫൈറ്റ്സ് ഈ പറഞ്ഞ പോലെ നമുക്ക് അങ്ങ് ത്രസിപ്പിക്കുന്ന ഫൈറ്റ്സ് ഒന്നുമില്ല. ഫൈറ്റ്സ് ഉണ്ട്, പിന്നെ അത്ര ഒരു ഇതിലുള്ള എന്ന് പറയാനൊന്നുമില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല കുഴപ്പമില്ലാത്ത, മോശം പറയാനില്ലാത്ത ഒരു സിനിമ. വില്ല നമ്മുടെ വെങ്കിയല്ലേ, നമ്മളെ മലയാള പുള്ളിയുടെ ഇഡ്ഡലിയൊക്കെ ഞാൻ കുറെ കഴിച്ചിട്ടുണ്ട്. സുഡ ഇഡ്ഡലി. പുള്ളി നെഗറ്റീവ് റോളാണ്. എനിക്ക് തോന്നുന്നത് ചോക്ലേറ്റ് വേഷത്തിനെക്കാട്ടിയും പുള്ളി നെഗറ്റീവ് റോളാണ് വളരെ നന്നായിട്ട് ശോഭിക്കുന്നത്. മലയാളത്തിലെ ഇടയ്ക്ക് ഒരു സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ സിനിമയിലെ നെഗറ്റീവ് റോൾ പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്യും. അതാണ് എനിക്ക് തോന്നുന്നത് വെങ്കിക്ക് കുറച്ചുകൂടെ ആപ്റ്റ്. ഒരു സുന്ദരനായ വില്ലൻ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു നെഗറ്റീവ് റോളിൽ പുള്ളിക്ക് ഇനിയും നല്ല ഇത് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നത്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് കിട്ടിയ വേഷം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.